നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോൺകകാഫ് ചാമ്പ്യൻസ് കപ്പിൻ്റെ ആദ്യ റൗണ്ടിലെ രണ്ടാം പാദ മത്സരവും ഇൻ്റർ മയാമി വിജയിച്ചു. ലിയോ മെസ്സിയുടെ ഒരു കിടിലൻ ഗോളൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ മെസ്സി ആരാധകർക്ക് ആശങ്കയായി അദ്ദേഹത്തെ നേരത്തെ പിൻവലിക്കേണ്ടി വന്നു. മെസ്സിയുടെ ഇഞ്ചുറി കൺസേൺ അവിടെ വരികയാണ്. സോ എന്താണ് അതിനെക്കുറിച്ച് കോച്ചിന് പറയാനുള്ളത്? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത്. കളിയുടെ ഏതാണ്ട് ഒരു 69ാമത്തെ മിനിറ്റിലാണ് അദ്ദേഹത്തെ പിൻവലിച്ച് ബെഞ്ചമിൻ ക്രമാഷിയെ കളിക്കളത്തിലേക്ക് വിടുന്നത്. അതിനു മുമ്പ് ലിയോ മെസ്സി തൻ്റെ കാലിലെ മസിൽസ് പരിശോധിക്കുന്നത് കാണാമായിരുന്നു. അതിനെ തുടർന്നാണ് കോച്ച് അദ്ദേഹത്തെ പിൻവലിക്കുന്നതും. പിന്നെ മെസ്സി പിൻവലിച്ച ഘട്ടത്തിൽ ബെഞ്ചിലിരിക്കാതെ നേരെ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിപ്പോകുന്ന കാഴ്ചയുമാണ്, ലോക്കർ റൂമിലേക്ക് കയറിപ്പോകുന്ന കാഴ്ചയുമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മെസ്സിക്ക് പരിക്കുണ്ടോ എന്നുള്ളൊരു ചോദ്യം ആരാധകർക്കിടയിലുണ്ട്. പ്രത്യേകിച്ച് അർജൻറ്റീനയുടെ മാർച്ച് മാസത്തിലെ മത്സരങ്ങളൊക്കെ ഇങ്ങ് അടുത്ത് വരികയാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ താരത്തിന് പരിക്ക് പറ്റുക എന്ന് പറയുമ്പോൾ ആരാധകർക്ക് അത് നിരാശയുണ്ടാക്കും. സോ കളി കഴിഞ്ഞിട്ട് കോച്ച് മഷ്റാനോ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. മഷ്റാനോ പറയുന്നത്, ഞങ്ങൾ ഈ സീസണിൻ്റെ തുടക്കത്തിലാണുള്ളത്, അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ട്. 3 കളികൾ 6 ദിവസം കൊണ്ട് കളിക്കേണ്ടി വരുന്നല്ലോ. അപ്പോൾ ചില ഇഞ്ചുറീസും മറ്റു കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാതെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ മെസ്സിയെ മാത്രമല്ല, കളി പുരോഗമിച്ച ഘട്ടത്തിൽ ബുസ്കറ്റ്സിനെയും അതുപോലെ തന്നെ ലൂയിസ് സുവാരസിനെയും ഒക്കെ പിൻവലിച്ചിട്ടുണ്ട്. ഇതിലൂടെ ഉദ്ദേശിച്ചത് സിറ്റുവേഷൻ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം അവരുടെ തന്നെ നന്മക്കാണ്, അതായത് സുവാരസിൻ്റെയും മെസ്സിയുടെയും ഒക്കെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ താരങ്ങളെ പിൻവലിച്ചത്. കാരണം കൂടുതൽ സ്ട്രോങ്ങറായിട്ട് ഇനിയും അവർക്ക് കളിക്കളത്തിലേക്ക് വരേണ്ടതുണ്ട്. ഇൻ ദി എൻഡ് ഇറ്റ്സ് അബൌട്ട് ബീയിങ് ഏബിൾ ടു കൗണ്ട് ഓൺ ഓൾ ഓഫ് ദം ഫോർ ആസ് മെനി ഗെയിംസ് ആസ് പോസിബിൾ. കഴിയാവുന്ന അത്ര മത്സരങ്ങൾക്ക് അവരെ ഉപയോഗപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് അവരെ നേരത്തെ പിൻവലിച്ചതെന്ന് കോച്ച് പറയുന്നു. അപ്പോൾ വലിയ പരിക്കിൻ്റെ പ്രശ്നങ്ങളില്ല എന്ന സൂചന തന്നെയാണ് മഷ്റാനോ തന്നിരിക്കുന്നത്. ഇനിയും മത്സരങ്ങൾ അടുത്തടുത്ത് വരുന്നു. സോ നിരന്തരം കളിക്കേണ്ടി വരുന്നുണ്ട്. മാച്ചിൻ്റെ റിസൾട്ട് ഏതാണ്ട് അനുകൂലമായി എന്ന് കണ്ടപ്പോഴാണ് താരങ്ങളെ പിൻവലിച്ചത്. അല്ലാതെ വലിയ ഇഞ്ചുറി പ്രശ്നങ്ങളില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.